അപ്പോൾ നമസ്കാരം മിസ്റ്റർ ഹൈബീഡൻ. നമ്മുടെ ഞങ്ങളുടെ എം പി ആണ് ഇപ്പം. ഞാനിപ്പോൾ എറണാകുളത്തുകാരനായി, ഞാനിപ്പോൾ എറണാകുളത്തുകാരനായി. എല്ലാ സെലിബ്രിറ്റീസും ഇപ്പോൾ എറണാകുളംകാരാണ്. യെസ്. അപ്പോൾ ഞങ്ങളുടെ എം പി ആണ്. നമ്മൾ ഏകദേശം ഒരേ പ്രായമാണ്. ഞാൻ എന്ത് വിളിക്കണം? ഹൈബി ഹൈബി എന്ന് തന്നെ പറയാം. ഒരു ചേട്ടാ സാറെന്നൊക്കെ വിളിക്കുന്ന ഒരു ഭയങ്കര ഒരു ഓട്ട് ഫീലിംഗ് ആയിരിക്കും. ഞാനും ഹൈബിയുമായിട്ട് 10 വർഷം മുമ്പ് ഒരു ബന്ധമുണ്ട്. അതിപ്പം താങ്കൾ റീകളക്ട് ചെയ്തു. എൻ്റെ ആനവണ്ടി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് അന്ന് ഇവിടെ കളമശ്ശേരിയിൽ ഒരു കോളേജിൽ വെച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ഹൈബീഡനാണ്. അന്ന് താങ്കൾ MLA ആണ് 2015. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു ബന്ധമുണ്ട്. എൻ്റെ ഒരു വലിയൊരു യാത്ര, INB ട്രിപ്പ് എന്ന് പറഞ്ഞൊരു യാത്ര, മാരിയറ്റിൽ വെച്ചുള്ള ഒരു പരിപാടിയിൽ വെച്ച് താങ്കൾ എനിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു തന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു യാത്രയായിരുന്നു അത്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട യാത്രയായിരുന്നു. വളരെ സന്തോഷം. സാധാരണ നമ്മൾ ഈ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഭയങ്കര പേടിച്ചാ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കടകൾ എങ്ങനെ പെർഫോം ചെയ്യും? ഒരു സ്ഥലത്ത് തന്നെ 1, 2, 3 കടകളൊക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം വൈഫിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അതൊരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. അപ്പൊ ആ ഒരു യാത്ര ഒരു പുസ്തകമാക്കി എഴുതിയിരുന്നു. ആ ഒരു പുസ്തകം താങ്കൾക്ക് തന്നെ ഇതൊക്കെ നേരത്തെ തരേണ്ടതാണ്, അത് തരാൻ പറ്റിയില്ല, ഇപ്പോഴാണ് തരാൻ പറ്റിയത്. ഇതിനകത്ത് നമ്മുടെ ഇനോഗ്രേഷന്റെ ചിത്രമൊക്കെ ഉണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ. കാരണം അതാണല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു ഇനോഗ്രേഷന്റെ ചിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ, ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു യാത്രയായിരുന്നു. ആ യാത്ര കാരണം ഞാനൊരു എഴുത്തുകാരനും കൂടിയായി. അങ്ങനെ ആദ്യമായിട്ട് എഴുതിയ പുസ്തകം. എഴുതുക എന്ന് പറയുന്നത് ഒരു വളരെ ഹെർക്കൂലിയൻ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതെ. കാരണം അതിൻ്റെ ഒരു ഫാക്ട്സ്, പിന്നെ അതിൻ്റെ ഒരു സിങ്ക്രണൈസേഷൻ, പല കാര്യങ്ങൾ. ഞാൻ ഒരു ബുക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഒരു ബദൽ പാഠപുസ്തകം ഇറങ്ങി. നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചും ജയിൽവാസവും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഡീൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഷാഫി. അപ്പോൾ ഞങ്ങൾ ഒരു ക്രിയേറ്റീവ് ഇൻ്റർവെൻഷൻ നടത്താൻ നമുക്കൊരു ബദൽ പാഠപുസ്തകം ഇറക്കാം. 7ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകം. രാത്രിയും പകലും ഒക്കെ ഇരുന്ന് പാഠപുസ്തകമൊക്കെ ഉണ്ടാക്കി പ്രിന്റ് ചെയ്ത് ഇറക്കി. അപ്പോൾ മനസ്സിലായി അതിൽ കുറേ അക്ഷരത്തെറ്റുകളുണ്ട്. എഴുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, ഇപ്പം നമുക്ക് ടെക്നോളജിയും കുറേ കൂടി അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്. പക്ഷെ അഗൈൻ അത് നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ജീവിതത്തിൽ നമ്മൾ തമ്മിൽ എന്തൊക്കെ ഒരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനൽ ആണ് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു പോഡ്കാസ്റ്റ് സീരീസ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു അതിഥിയായിട്ട് താങ്കളെ വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. താങ്കളും തിരക്കിലായിരുന്നു. എനിക്ക് സുജിത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഓർമ്മ, നമുക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു ട്രാവൽ ചെയ്യുന്ന വീഡിയോസാണ് എപ്പോഴും കാണുന്നത്. അതിൽ ആദ്യകാലങ്ങളിൽ, ഇപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യങ്ങളിൽ പോവുക, എങ്ങനെ ഫ്ലൈറ്റിൽ പോകാൻ പറ്റും, എങ്ങനെ ഹോട്ടലിൽ താമസിക്കും, നിങ്ങൾക്കുണ്ടായ പല അനുഭവങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു പെട്ടിയെടുത്ത് ലിഫ്റ്റില്ല, അത് പൊക്കി ഉയർത്തി കൊണ്ടുപോകുന്നത് സഹായിക്കാൻ ആരുമില്ല. കാരണം നമ്മുടെ ഒരു വിദേശ രാജ്യങ്ങളിലെ ഹോട്ടൽ സ്റ്റേയുടെ കൺസെപ്റ്റ് തന്നെ വേറെ. നമ്മുടെ ഇവിടുത്തെ പോലെ പെട്ടി പിടിക്കാൻ ആളുണ്ടാവില്ല, അതിന് അസിസ്റ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല. നമുക്ക് റൂം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ട്രാവൽ കാണുമ്പോൾ കുറേ അറിവ് നമുക്കും ടെക് ട്രാവലാണ് കൂടുതൽ കണക്റ്റഡ് ആക്കുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആനവണ്ടി ഒരു ഇന്നോവേറ്റീവ് കൺസെപ്റ്റായിരുന്നു, ഒരു ക്രിയേറ്റീവ് ഇൻ്റർവെൻഷനായിരുന്നു. ഓക്കെ. അപ്പോൾ 2 തവണ MLA ആയിരുന്നു അല്ലേ? നമുക്ക് കുറച്ച് പൊളിറ്റിക്സ് സംസാരിക്കണമല്ലോ. 2 തവണ MLA ആയിരുന്നു. ഇപ്പോൾ 2ാമത്തെ ടേമിലാണ് MP ആയിരിക്കുന്നത്. മത്സരിച്ച 4 തവണയും ജയിച്ചു അല്ലേ? യെസ്. അച്ഛൻ്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അങ്ങനെയാണല്ലോ അല്ലേ? ശരിക്കും പിൻഗാമി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫാദർ ഉള്ളപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. ഫാദർ മരിക്കുമ്പോഴും ഞാൻ കോളേജിൽ പഠിക്കുക. അപ്പോഴൊന്നും ഒരു പൊളിറ്റിക്സ് ഒരു മെയിൻ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്നത്. പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ് ഞാൻ കഴിഞ്ഞതോടുകൂടി പ്രീ ഡിഗ്രി അവസാനിച്ചു. ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവായിട്ട് ആദ്യം മത്സരിക്കുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി, കോളേജ് യൂണിയൻ ചെയർമാൻ. ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ, ചെയർമാൻ ആകുന്നതിന് മുമ്പ് എൻ്റെ ഫാദർ മരിച്ചു.
അപ്പോൾ അദ്ദേഹം മരിച്ച സീറ്റിലേക്ക് അങ്ങനെ മത്സരിച്ചതല്ല. ഞാൻ സ്റ്റുഡൻറ് പോളിറ്റിക്സ്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പോളിറ്റിക്സിൽ വരില്ലായിരുന്നു. കാരണം പുള്ളിക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങളൊന്നും അത്ര സുഖകരമല്ലായിരുന്നു. പൊളിറ്റിക്സിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ചെറുപ്പത്തിൽ എനിക്ക് പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ മാത്സ് ഒക്കെ പഠിക്കണമെന്നുണ്ട് കഴിഞ്ഞപ്പോൾ മാത്സും സയൻസ് ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഒരു പതുക്കെ അതൊന്ന് ബുദ്ധി ഉറച്ച സമയത്ത് ഞാൻ തീരുമാനമെടുത്തു. MBA കഴിഞ്ഞ് വിദേശത്ത് എവിടെയെങ്കിലും പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. MBA ഫാദർ ഉള്ളപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ അത് ഞാൻ സേക്രഡ് ഹാർട്സിലാണ് പഠിച്ചത്. അപ്പോൾ ഫൈനൽ ഇയർ എൻട്രി ചെയ്തപ്പോൾ ഫൈനൽ ഇയർ ആയപ്പോൾ ഫാദർ മരിച്ചു. അത് കഴിഞ്ഞ് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷമാണ്, കോളേജ് യൂണിയൻ ചെയർമാനായ ജില്ലാ പ്രസിഡന്റ് ആകുമ്പോഴാണ് കുറെ കൂടി സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. പിന്നെ KSU NSU അങ്ങനെ അങ്ങോട്ട് പോയി. ആദ്യത്തെ 2 തവണ MLA ആയിരുന്നു, പിന്നീട് ഇപ്പോഴാണ് MP ആയത്. ലൈക്ക് സാധാരണ കണ്ടുവരുന്നൊരു സംഭവമാണ് ഈ യുവാക്കളായിട്ടുള്ള ആളുകൾ കംപ്ലീറ്റ് ഇവിടെ നിൽക്കാതെ, ഇവിടെ ഉണ്ടില്ല എന്നല്ല പറയുന്നത്, നേരെ പാർലമെന്റിലേക്ക് പോകും. അതെന്താ ലൈക്ക് നമ്മുടെ കേരളത്തിലല്ലേ യുവാക്കളുടെ കൂടുതലായിട്ടുള്ള സാന്നിധ്യം വേണ്ടത്? അല്ല, ഇപ്പം കേരളത്തിൽ കുറച്ച് പേരും അവിടെ കുറച്ച് പേരും ആകുമ്പോൾ ചിലപ്പോൾ ഇവിടെ മുഴുവൻ ആളുകളിൽ നിന്ന് അങ്ങോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ പറയും പാർലമെൻറ്റിലേക്കെല്ലാം പ്രായമുള്ള ആൾക്കാരാണ് പോകുന്നത് എന്ന് പറയും. ഞാൻ ഏറ്റവും യംഗസ്റ്റ് MLA ആയിരുന്നു. 2011 ഏറ്റവും. എത്ര വയസ്സായിരുന്നു? 27 കഴിഞ്ഞ്, ഞാൻ 28 ആവുന്നു. 27 കഴിഞ്ഞ സമയത്തായിരുന്നു. 27 നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആവുന്നത് ആരാണ് നമ്മുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ? അത് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയാണെന്ന് തോന്നുന്നു. അത് ശരി ആണോ? മന്ത്രിയുമായിരുന്നു, ഏറ്റവും യങ്ങസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു പുള്ളി. ഗ്രാമവികസന മന്ത്രിയായിട്ട് ഇടക്കാലത്ത് പുള്ളിനെ മന്ത്രിയുമാക്കിയിരുന്നു ആ സമയത്ത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പാർട്ടി വളരെ, ഞാൻ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ മത്സരിക്കാൻ അവസരം തന്നു. 2 തവണ അത് പ്രൂവ് ചെയ്തു, MLA ആയി. ആ സമയത്താണ് പാർലമെൻറ്റ് ഇലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ P. രാജീവ് ഒന്ന് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത്, ഇപ്പോഴത്തെ മന്ത്രി. അപ്പോൾ പാർട്ടി എനിക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ് തന്നത്. എനിക്കൊരിക്കലും ഞാനിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ സംസാരിക്കും, പ്രതിപക്ഷ നേതാവ് ഞാനായിട്ടുള്ളൊരു ക്ലോസ് കോൺവെർസേഷനിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാനും മത്സരിക്കാൻ ഫൈനലായിട്ട് തീരുമാനിച്ചത്. MP ആയിട്ട് 2019. അന്ന് ഞാൻ 8 വർഷം MLA-ഷിപ്പ് കഴിഞ്ഞ് MP ആയിട്ട് മത്സരിച്ച് പിന്നെ രാജിവെക്കും. അപ്പോൾ അതൊരു രണ്ടും 2 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആണ്. പറഞ്ഞത് സുഹൃത്ത് പറഞ്ഞത്, ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേര് സ്റ്റേറ്റിൽ നിൽക്കണം, സ്റ്റേറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. പാർട്ടി തരുന്ന റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഇപ്പോൾ ഒരു കോൺഗ്രസ് ഒരു ക്രൈസിസിൽ, ദേശീയ തലത്തിൽ ഒരു സെക്യുലർ മുന്നണി ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു സേവനം അവിടെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് മത്സരിച്ചു. നമ്മളെല്ലാവരും ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര പുളകിതരാകും, എല്ലാവരും ഭയങ്കര രോമാഞ്ച പുളകിതരാകുന്ന സംഭവങ്ങളാണ്. അതായത് വളരെ യങ് ആയിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ശരിക്കും അങ്ങനെയൊക്കെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല, ജനം മാറും. ലൈക്ക് യുവാക്കൾ അങ്ങ് ഇതൊക്കെ കയ്യിലോട്ട് അങ്ങ് എടുക്കും. ഇപ്പോൾ 2 തവണ MLA 2 തവണ MP ആയി, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. തിരിച്ച് കേരളത്തിലേക്ക് വരാനുള്ള പ്ലാനെല്ലാം ഉണ്ടോ? ജനുവനായിട്ട് പറയണം. AK ആന്റണി സാറ് 38-ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 32-ാമത്തെ വയസ്സിൽ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ. അപ്പോൾ കോൺഗ്രസ് ഹാസ് ഓൾവേസ് ഗിവൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ യങ് പീപ്പിൾ. ദാറ്റ് ഈസ് ദി ഹിസ്റ്ററി. ഐ എഗ്രി. അത്രത്തോളം ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ അത്രയും ഒന്നും ചെറുപ്പക്കാർക്ക് അവസരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇനിയും അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളാണ്. ഞങ്ങളിപ്പോൾ ചെറുപ്പമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറേ മിടുക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിൽ നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പം ഞങ്ങൾക്ക് ഇതൊരു ബിഗർ പ്ലാറ്റ്ഫോമാണ്. പാർലമെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിലും എഫക്റ്റീവായിട്ടുള്ള ആൾക്കാർ വേണം. ആൻഡ് പാർട്ടി ഹാസ് ഗിവൺ മീ ആൻ ആംപിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഈ പാർലമെൻറ്റിലാണെങ്കിലും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 75th ഇയർ ഓഫ് ഡിബേറ്റ്, 75 വർഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് ആ ഡിബേറ്റിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. വഖഫ് ബില്ലിൽ എനിക്ക് സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഫിനാൻസ് ബില്ലിൽ സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ബഡ്ഡിങ് ആയിട്ടുള്ള ആളുകളും, ഇപ്പോൾ ഡോക്ടർ തരൂരിനെ പോലെയുള്ള ആളുകളുണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞങ്ങൾക്കും ഒരു അവസരം തരുന്നുണ്ട് എന്നുള്ളത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമുക്ക് ഭരണം ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിലും അവിടെ നമുക്കൊരു വില കിട്ടുന്നുണ്ട്. സുജിത്തിന്
ഓർമ്മയിൽ ഇപ്പൊ ഈ സിനിമയിൽ കാണുന്ന നമ്മൾ ഈ ഇപ്പോ ഒരു ദിവസം മുഖ്യമന്ത്രിയാകുക അല്ലെങ്കിൽ ഏതോ ഒരു സിനിമയില് ഭരത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രി ആയതൊക്കെ ഉണ്ട്. അപ്പൊ സുജിത്തിന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രി ആരായിരുന്നു? അല്ല ശരിക്കും നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ? പക്ഷെ ഞാനത് നേരിട്ട് ഈ അടുത്ത് കണ്ടു. അല്ല അതിന്റെ പവർ എന്താന്ന് ഫീൽ ചെയ്തു. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, രേവന്ത് റെഡ്ഡി ഇപ്പൊ തെലങ്കാന മുഖ്യമന്ത്രിയാണ്. ഞങ്ങളോടൊപ്പം കഴിഞ്ഞ പാർലമെന്റിൽ മുദ്രാവാക്യം വിളിക്കാനും സമരം ചെയ്യാനൊക്കെ ഒരുമിച്ചുണ്ടായത്. അപ്പോൾ ഐ ഹാവ് സീൻ ഹിസ് ഗ്രോത്ത്. പുള്ളി വന്നു, പുള്ളി ഒരു ദിവസം പാർലമെന്റിൽ മുദ്രാവാക്യം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തെലങ്കാന മുഖ്യമന്ത്രിയാവും. അപ്പോൾ ചോദിച്ചു തലയ്ക്ക് ഭ്രാന്താണ്. അപ്പോൾ പുള്ളി PCC ചീഫ് ആയിട്ടില്ല. പുള്ളി PCC ചീഫ് ആകുക, PCC ചീഫ് ആയപ്പോൾ ഞാൻ തെലങ്കാനയിൽ പോയിരുന്നു, ഹൈദരാബാദിൽ പോയിരുന്നു. ഐ സോ വാട്ട് ഹി വാസ്. ഒരു തെലുഗു സൂപ്പർ സ്റ്റാറിനെക്കാളും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ആളാണ്. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഒരു 2.5 വർഷത്തെ വർക്കാണ് കോൺഗ്രസ് പാർട്ടിയെ അവിടെ CM ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു വർക്കായിരുന്നു. അപ്പോൾ ഇറ്റ് ഇസ് കോൺഗ്രസ് ഹാസ് ഗിവൻ, ഞാൻ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഇതൊരു ഭയങ്കര നമ്മളുടെ കണ്ണിൽ കാണുന്ന, നമ്മൾ കാണുന്ന, ഞാൻ മുഖ്യമന്ത്രി ആയപ്പോൾ സ്വയറിങ്ങിനും പോയതാണ്. ഞാൻ PCC പ്രസിഡൻ്റായി പോയിട്ട് പിന്നെ പോയത് മുഖ്യമന്ത്രി ആകുമ്പോഴാണ്. ഹൈദരാബാദിൽ ഞാൻ 2 തവണ പോകുന്നത്. സോ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സുഹൃത്ത് പറഞ്ഞാൽ ശരി. കാരണം ഒരു 60, 70, 80 വയസ്സുള്ള ഒരാള് ചിന്തിക്കുന്ന രീതി അല്ലല്ലോ ഈ യങ്സ്റ്റേഴ്സുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. ഇവരുടെ ചിന്താഗതി തന്നെ മാറ്റമുണ്ട്. പിന്നെ തിങ്കിങ് ഫാസ്റ്റ് ആവും, ഡിസിഷൻസ് ഫാസ്റ്റ് ആവും അല്ലേ? ഇപ്പം യങ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസമില്ല. ഇപ്പൊ നമ്മൾ തന്നെ കുറച്ച് പ്രായമായി. ഞാനിപ്പോ കണ്ട മുഖ്യമന്ത്രിമാര് എനിക്ക് തന്നെ ഞാൻ ഓൾഡായിന്ന് ഫീൽ ചെയ്യാം. പിണറായി വിജയൻ 9 വർഷമായിട്ട് പിണറായി വിജയനാണ്. അതിന് മുമ്പ് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അതിന് മുമ്പ് VS അച്യുതാനന്ദനായിരുന്നു. അതിനു മുമ്പ് ലീഡർ K കരുണാകരനായിരുന്നു. അല്ല AK ആന്റണി ആയിരുന്നു. അതിന് മുമ്പ് നയനാരായിരുന്നു. അതിന് മുമ്പ് ലീഡറായിരുന്നു. ഇതിൽ ഞാൻ എൻ്റെ കണ്ടിട്ടില്ല. അല്ല ഐ മീൻ മുഖ്യമന്ത്രിയായിട്ട് യങ് പീപ്പിൾ ബീൻ ഇൻ മിനിസ്ട്രീസ്, സെൻട്രൽ മിനിസ്റ്റർ ഒക്കെ ആയിട്ട്. പക്ഷേ ശരിക്കും അത് സത്യമായി. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനങ്ങളിലാണെങ്കിൽ പോലും എല്ലാം ഇതിനൊക്കെ ഒരു പ്രായപരിധി എന്ന് പറയുന്നതിലേക്ക് എല്ലാം എനിക്ക് ആ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ തന്നെ മിനിമം എത്ര വയസ്സ് വേണമെന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? രാജ്യസഭയിൽ കണ്ടസ്റ്റ് ചെയ്യാൻ MP ആവാൻ വേണ്ടി 35 ഇയേഴ്സ് എന്തോ മിനിമം ഏജ് ഉണ്ട്. അതല്ലാതെ നമുക്കിപ്പോൾ ഇലക്ട്രോറൽ പോളിറ്റിക്സിൽ നമുക്ക് MLA MP ആവാൻ 25 ഇയേഴ്സ് മതി. പക്ഷേ 25 ഇയേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബാറാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേരെ അച്ചീവ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ് ആർ യങ് പീപ്പിൾ മേക്ക്. അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും ആ ബാറ് ശരിക്കും എടുത്തു കളയണം. അതിനൊരു ക്യാമ്പയിൻ, യങ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. വോട്ടർ പ്രായം കുറയ്ക്കണം എന്നും അതുപോലെ തന്നെ 35 വയസ്സ് തന്നെ വലിയൊരു പ്രായമാണ് MP ആയിട്ട് ഈ രാജ്യസഭയിലേക്ക്. അപ്പോൾ അതുപോലെ ഇവർക്ക് കണ്ടസ്റ്റ് ചെയ്യാനുള്ള ഏജ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് 21 ആക്കണമെന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു സെൻസിറ്റീവ് സബ്ജക്റ്റാണ്. ഇത് ഓരോ ആൾക്കാരുടെ ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്ന. അല്ല നമ്മൾക്ക് പണ്ട് മുതലേ ഉള്ളൊരു ചിന്താഗതിയാണല്ലോ ഇച്ചിരി നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ കുറച്ച് പ്രായമാകണം എന്നുള്ളൊരു ചിന്താഗതി. അതിൻ്റെ ഡെമോഗ്രഫിക് മാറിയല്ലോ, പൊളിറ്റിക്കൽ ഡെമോഗ്രഫി മാറിയല്ലോ. നമ്മുടെ ഏജ് ഗ്രൂപ്പ് നോക്കിയാൽ 50% of India's population is below 25. 60% is below 30. 70% is below 35. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെമോഗ്രഫി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഇപ്പോൾ പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇത് ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ ഞാൻ പല യൂട്യൂബേഴ്സിനെയും പല റാപ്പേഴ്സിനെയും പല ആൾക്കാരെയും നമ്മൾ ഡിസ്കണക്റ്റഡ് ആണ് അവരായിട്ട്. എന്നാൽ നമ്മൾ ഈ ഫെസ്റ്റിവൽ, ഞാൻ ചില മ്യൂസിക് ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടത്തുമ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ വരുന്നൊരു ക്രൗഡുണ്ട്. അവരെവിടെയാണെന്ന് ഞാൻ പിന്നെ കണ്ടിട്ടില്ല, അവരെ ഞാൻ പൊതുവിടങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ദേ റെപ്രസെൻറ്റ് ദ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി, ദേ ഹാവ് ദെയർ വോയിസസ്. അപ്പോൾ സുജിത്ത് പറഞ്ഞാൽ കറക്റ്റാണ്. ആ ഒരു റെപ്രസെൻറ്റേഷൻ അക്കോർഡിംഗ് ടു ദ ഏജും ചിലപ്പോൾ ഉണ്ടാവേണ്ടതുണ്ട്. കുറേ ഞാൻ പറയുന്നത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിലും അവരുടെ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസിലും അവരുടെ ഇലക്ടോറൽ റെപ്രസെൻറ്റേഷനിലും യങ് പീപ്പിൾ വരണം എന്നുള്ളതാണ്. കുറേ യങ് പീപ്പിൾ അങ്ങനെ വന്നാലേ മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ നാളെ ഏറ്റവും യങ് ആയിട്ടുള്ള, ഇറ്റ്സ് ഓൾവേസ് എ ടീം ബിൽഡിംഗ് എക്സസൈസ്. ഇറ്റ് ഷുഡ് ബി എ ബ്ലെൻഡ് ഓഫ് ബോത്ത്. യങ് ആയിട്ടുള്ള വൈബ്രൻറ്റ് മൈൻഡ്സും എക്സ്പീരിയൻസും, അത് രണ്ടും വേണം.
അതിൽ പറഞ്ഞതുപോലെ കമ്പാരിറ്റീവ്ലി കുറെ കൂടി യങ്ങറായിട്ടുള്ള ആൾക്കാർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് വരണം. ഐ എഗ്രി ഓൺ ദാറ്റ്. ഇപ്പോൾ കൊച്ചിയിൽ മീൻ കൊച്ചി എറണാകുളത്തിൻ്റെ MP ആണെന്നുണ്ടെങ്കിലും ലൈക്ക് കൊച്ചിയുടെ ഒരു ഫേസും കൂടെ ആണല്ലോ ഹൈബിയുടെ എന്ന് പറയുന്നത്. സോ താങ്കളുടെ ഒരു നെക്സ്റ്റ് ഒരു 10 വർഷത്തിൽ കൊച്ചി കാണാൻ പോകുന്ന അല്ലെങ്കിൽ എറണാകുളം താങ്കളുടെ മണ്ഡലത്തിൻ്റെ കീഴിൽ താങ്കളുടെ കീഴിലുള്ള മണ്ഡലം കാണാൻ പോകുന്ന വലിയ മാറ്റം എന്തൊക്കെയായിരിക്കും? അല്ല, എൻ്റെ ആഗ്രഹം, അതായത് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ പറ്റും എന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ആയിത്തീരണം, ഏതൊക്കെ രീതിയിൽ ആയിത്തീരണം എന്നൊക്കെയായിരിക്കും താങ്കളുടെ കാഴ്ചപ്പാട്? അല്ല, ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. ഇപ്പോൾ സുജിത്തിന് അറിയാമല്ലോ, ഇവിടെ മെട്രോ വന്നിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി മെട്രോൻ്റെ എക്സ്പാൻഷൻ പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഇൻഫോ പാർക്കിലേക്ക് ഉള്ള എക്സ്പാൻഷൻ നടക്കുന്നു, എയർപോർട്ടിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ നമ്മുടെ എറണാകുളം ആസ് സച്ച് നേരത്തെ MG റോഡിൽ മാത്രം ഉണ്ടായിരുന്ന ഏർബൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഹൈവേ ആയി, കളമശ്ശേരി ആയി, ആലുവയായി, ബൗണ്ടറീസ് ഇല്ലാതെ അങ്കമാലി വരെ നമ്മുടെ നഗരം വലിയ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ വാട്ടർ മെട്രോ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശങ്ങളിൽ പോയിരിക്കുക, വിദേശത്ത് പോലും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആഭ്യന്തര യാത്രക്കാരെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളാണ് അത് എൻജോയ് ചെയ്യാൻ കയറുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് വെറുതെ അതിലൊന്ന് കയറി ഇവിടെ എന്താ പറയുക, മറ്റേ എന്താ സ്ഥലത്തിന് കളമക്കുടി വരെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് രസമാണ്. ഞാൻ പറയുന്നത് നമ്മളുടെ ഈ ഐലൻഡ്സിനെ മുഴുവൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ഒരു കൾച്ചറൽ ട്രാൻസിഷൻ നടക്കണം. നമ്മൾ ഈ വാഹനങ്ങൾ ഉപേക്ഷിച്ച് മെട്രോയിലും വാട്ടർ മെട്രോയിലും ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ ഇറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഇപ്പോൾ നമ്മുടെ NH66 വരുന്നു, നമ്മളെല്ലാം പുഷ് ചെയ്യുന്ന ഒരു 2 പ്രധാനപ്പെട്ട ഇതാണ് അങ്കമാലി കുണ്ടന്നൂർ, അതിലേക്ക് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്. സോറി, ഞാനാണ് പറയേണ്ടത്. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നമ്മളൊരു എടപ്പള്ളി മുതൽ അരൂർ വരെ ഒരു എലിവേറ്റഡ് ഹൈവേ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. എടപ്പള്ളി മുതൽ അരൂർ വരെ. ഇത് എടപ്പള്ളി എവിടെ കൊണ്ട് ഇറക്കും, എങ്ങനെ ഇറക്കും? അതെ, എടപ്പള്ളി ജംഗ്ഷൻ എന്ത് ചെയ്യും? എടപ്പള്ളി ജംഗ്ഷൻ ഒരു വലിയ പ്ലാനിങ്ങിന്റെ അഭാവം ഉണ്ടെന്നാണല്ലോ. നമ്മൾ മെട്രോ വന്നു 3 ടയർ ആയിട്ട് അവിടെ വന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടപ്പള്ളി കാസർഗോഡ് നിന്ന് വന്നിട്ട് എടപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ നിരന്തരമായി പാർലമെന്റിൽ നിതിൻ ഗഡ്കരിയോടൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആസ് സച്ച് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആളുകൾക്ക് സൗകര്യപ്രദമായ യാത്ര, ട്രാവൽ വേണം. കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടാവണം. ഇവിടെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി, ടൂറിസം സെഗ്മെന്റിൽ നമുക്ക് വലിയ പൊട്ടൻഷ്യൽ നമ്മളിപ്പോഴും അൺലീഷ് ചെയ്യാത്ത. നമ്മുടെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നതും മട്ടാഞ്ചേരി എന്ന് പറയുന്നതും നമ്മൾ പ്രാഗിലോ സത്യം ഇവിടെയൊക്കെ പോയി കാണുന്ന, അല്ലെങ്കിൽ വേറെ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത സ്ഥലത്ത് പോയി അവർ കാണിക്കുന്ന ഡിജിറ്റൽ ഹിസ്റ്ററി കണ്ടിട്ട് വരുന്ന നമുക്ക് സത്യം പറഞ്ഞാൽ ടച്ച് ആൻഡ് ഫീൽ ഉള്ള ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. സോറി, ഇവിടെ ഞാൻ താമസിക്കുന്നത് പാലാ, നമ്മൾ അടുത്ത നൈബേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരാ. നമുക്കിവിടെ നിന്ന് മട്ടാഞ്ചേരി പോകണം എത്ര സമയം വേണം? 1 മണിക്കൂർ എടുക്കത്തില്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചി പോകുന്നത് ഞാൻ ജങ്കാർ കയറിയിട്ടാണ് പോകുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പച്ചാളം പാലം കയറി ഹൈക്കോടതിയിൽ പോയിട്ട് ഫോർട്ട് വൈപ്പിനിൽ പോയിട്ട് ജങ്കാറിൽ പോകും. അതാവുമ്പോൾ ഒരു 20-25 മിനിറ്റ്സിലെത്തും. മറ്റേത് എപ്പോൾ എത്തും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനതാ പറഞ്ഞത്, നമ്മുടെ ഐലൻഡ്സിനെ കണക്ട് ചെയ്യുന്ന ഈ സിസ്റ്റം. ഞാൻ ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലുള്ള ആളാണ്. ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മോൾട്ടയിൽ സുഹൃത്ത് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. മോൾട്ടയിൽ ഗോസോ എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. മോൾട്ടയിൽ നിന്ന് ഗോസോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗോസോയിലുള്ള ആൾക്കാർ ജോലിക്ക് വേണ്ടി രാവിലെ വരും, തിരിച്ച് വൈകുന്നേരം പോകും. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കും. മോൾട്ടയിൽ നിന്നും ബാക്കി രാജ്യങ്ങളിൽ നിന്നും വന്ന് ഗോസോയിൽ താമസിക്കും. ഇറ്റ്സ് എ വെരി സൈലന്റ് ഏരിയ. അത് ക്യാരി ചെയ്യുന്ന റോറോ എന്ന് പറയുന്നത് ഒരു 200 കാറുകളും ബൈക്കുകളും ആൾക്കാരും, അവിടെ റെസ്റ്റോറൻറ്റ്സും അവിടെ കഴിക്കാനുള്ള കഫറ്റീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു 40-45 മിനിറ്റ്സ് ട്രാവലാണ്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രാവൽ. അപ്പം നമ്മുടെ ഇവിടെ വന്ന് ഇപ്പോൾ ഇന്നും ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വന്നത് റോറോ വഴിയാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ആ ഒരു ടൈം, ആ 2 ഉണ്ട്. ഇപ്പോൾ നമ്മൾ 3ാമത്തത് ഓർഡർ കൊടുത്തു. പക്ഷെ എന്നാലും അവർ ലഞ്ച് ടൈമിലൊക്കെ ഇടയ്ക്ക് പാർക്ക് ചെയ്തിടും. അപ്പോഴും ഒരു ക്രൗഡ് ഉണ്ടാകും. ഞാൻ പറയുന്നത് അതുപോലൊരു മാസ് ട്രാൻസ്പോർട്ടേഷൻ നടന്നാൽ, ഞാൻ മിനിസ്ട്രിയോട് പറഞ്ഞൊരു കാര്യം അതാണ്, അങ്ങനെ ഒരു ട്രാവൽ നടത്തി ഈ പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് വളരെ ആക്സസിബിൾ ആയിട്ട് തോന്നും. നമ്മൾ റോഡ് വഴി പോകേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ ഒരു പാലം പണിയാൻ പറ്റില്ലേ? അതിനുള്ള ഫണ്ട് ഇല്ലാഞ്ഞിട്ടാണോ അതോ എന്താ അതിന്റെ ബുദ്ധിമുട്ട്? വിചാരിച്ചാൽ പറ്റില്ലേ? പാലം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ആലോചിക്കണം. കാരണം ഒന്ന്, ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ള പാലാണ്. 2, നാഷണൽ വാട്ടർവേസ് ആണ്.
ഇതിൻ്റെ കപ്പൽ ചാല് പോകുന്ന ഇതൊക്കെ നോക്കിയിട്ട് വേണം. കാരണം ഇന്റർനാഷണൽ ക്രൂസും എല്ലാം വരുന്ന ഇന്റർനാഷണൽ ചാനൽസ് ആണ്, വാട്ടർ ചാനൽസ്. അപ്പോൾ അതിൻ്റെ ഒരു നോംസ് അനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് വരാൻ പറ്റുള്ളൂ. ഹൈറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലാൻഡിങ്ങും എല്ലാം അതിനനുസൃതമായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊരു ചലഞ്ചാണ്. പക്ഷെ കുറേ പേര് പറയുന്ന ഒരു പ്രപ്പോസലാണ്. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ശ്രീധരൻ പറഞ്ഞൊരു പ്രപ്പോസലായിരുന്നു, അണ്ടർ വാട്ടർ നമുക്ക് മെട്രോ പോകാൻ പറ്റും. ഫോർട്ട് കൊച്ചിയിലേക്ക് നമുക്ക് മെട്രോ അണ്ടർ വാട്ടർ, പില്ലറിനേക്കാൾ നല്ലത് അണ്ടർ വാട്ടറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം എക്സ്പെൻസീവ് ആയിരിക്കാം, പക്ഷെ നമ്മൾ ആ ഒരു വീക്ഷണത്തിൽ ചിന്തിച്ചിട്ടല്ലേ ഇനി കാര്യമുള്ളൂ. അതെ, ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി വരെ മെട്രോ എക്സ്പാൻഷൻ ഉണ്ടോ, പ്ലാനിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഫോർട്ട് കൊച്ചി ഇല്ല. ഇപ്പോഴത്തെ ഫേസിലുള്ളത് എനിക്ക് തോന്നുന്നു 3rd ഫേസ് ചിലപ്പോൾ എയർപോർട്ടായിരിക്കും, അങ്കമാലി ആയിരിക്കും. ഞാൻ പറയുന്നത് നമ്മുടെ ഹെറിറ്റേജ്, നമ്മളെപ്പോഴും വിസ്മരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ ഈ പറഞ്ഞൊരു എത്നിക് ഫാബ്രിക്കാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടത്തേക്ക് ഇപ്പോൾ നമ്മൾ ആ ജങ്കാറിൽ പോയാൽ നമുക്ക് ഡോൾഫിൻസിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ പഴയ താജ് ഹോട്ടലിൽ നിന്ന് ഡോൾഫിൻ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളുടെ ടൂറിസം ആസ്പെക്റ്റിൽ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകണം. അവിടെ പോകുമ്പോൾ തന്നെ നമ്മളുടെ കുറേ ചാലഞ്ചസ് ഉണ്ട്, ക്ലൈമാറ്റിക് ചാലഞ്ചസ് ഉണ്ട്. നമ്മുടെ കടൽ കരയിലേക്ക് കയറി വരികയാണ്. ഫോർട്ട് കൊച്ചി ബീച്ച്, പണ്ട് ഞങ്ങൾക്ക് ബീച്ച് റേസ്, അതായത് വലിയ ആവേശത്തോടുകൂടി ബീച്ച് റേസ് കാണാൻ പോകുന്നത് ഓർക്കണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ കൊച്ചിയിൽ, ഞാൻ പത്തനംതിട്ടക്കാരനാണല്ലോ, ഞാനിപ്പോൾ 2 വർഷം ആവുന്നതേ ഉള്ളൂ കൊച്ചിയിലേക്ക് താമസം മാറിയിട്ട്. അതിനു മുമ്പ് ഞാൻ എറണാകുളത്ത് വരുമ്പോഴത്തേക്കിനും എനിക്ക് ഓർമ്മയുണ്ട് ബീച്ചിലേക്കൊക്കെ ഇറങ്ങി നടന്നു പോകാനൊക്കെ പറ്റുമായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ അട്രാക്ഷൻ കാർണിവലിന് മുമ്പ്, 31st മുമ്പ് അവിടെ ഒരു ബൈക്ക് റേസ്. ബീച്ചില്ല. കേരളത്തിലെയും ഇന്ത്യയിലും ഏറ്റവും ബെസ്റ്റ് റൈഡേഴ്സ് വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റേസാണ്. ഫാബുലസ് ആയിരുന്നു. അതിപ്പോൾ കുറേ സ്ഥലത്തേക്ക് മാറി, പക്ഷെ അതുപോലെ ഒരു റേസ് ഞാൻ ശരിക്കും കൊച്ചിയിൽ ബീച്ചില്ലല്ലേ? കൊച്ചിയിൽ ബീച്ചില്ലല്ലോ. അടുത്ത് പോകണമെങ്കിൽ ചെറായി അല്ലെങ്കിൽ അങ്ങോട്ട് മാറണം. ബീച്ച് ഇപ്പോൾ നമ്മൾ വൈപ്പിൻ സൈറ്റിലാണ്. ഇപ്പോൾ ചെറായി, കുഴുപ്പള്ളി, എളങ്ങുന്നപ്പുഴ, പുതുവൈപ്പ് ബീച്ചുകളാണുള്ളത്. ഈ നമ്മളുടെ ഫോർട്ട് കൊച്ചി ബീച്ച് എന്നുള്ളത് ഇല്ലല്ലോ. ബീച്ച് റീക്ലെയിം ചെയ്യാൻ പറ്റും നമുക്ക്. അതിനനുസരിച്ച് അതാണ് നമ്മൾ മെട്രോ അടക്കം ആൾക്കാരോട് വെച്ചൊരു പ്രപ്പോസൽ. കാരണം ബീച്ചിൻ്റെ അവിടെ നിൽക്കാന്നല്ലാതെ ബീച്ച് എന്നുള്ള പേരെന്നല്ലാതെ ബീച്ചില്ല ഇപ്പോൾ. ബീച്ച് മുഴുവൻ. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ കുണ്ടന്നൂർ അങ്കമാലി ബൈപ്പാസ് അല്ലേ? അപ്പോൾ കുണ്ടന്നൂർ സ്റ്റാർട്ട് ചെയ്ത് അങ്കമാലി ബൈപ്പാസ് ചെയ്ത് എയർപോർട്ട് സൈഡിൽ കൂടെ അപ്പുറത്തോട്ട് പോകും, അങ്ങനെയല്ലേ? കുണ്ടന്നൂർ അങ്കമാലി നമ്മൾ എടപ്പള്ളി കയറാതെ, നമ്മൾ പാലാരിവട്ടം വരാതെ നമുക്ക് കുണ്ടന്നൂർ നെട്ടൂർ ജംഗ്ഷൻ ഇസ് ഗോയിങ് ടു ബി എ ബിഗ് കൺവേർഷൻ പോയിന്റ്. അവിടെ ഒരു വലിയ മെർജിങ് നടക്കും. അതായത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ പോർട്ട് കണക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു റോഡ് വരുന്നുണ്ട്. മനസ്സിലായി. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നെട്ടൂരായിരിക്കും. നെട്ടൂർ ഒരു വലിയ ക്ലോലി ഫ്ലൈ ഓവർ വരും. ഓക്കെ, അപ്പോൾ ഇത് അവിടെ എവിടെ ആയിരിക്കും പോയി ചേരുന്നത്? ആ ഭാഗത്ത്, അങ്കമാലി അപ്പുറത്ത്? അങ്കമാലി കറക്റ്റ് ലൊക്കേഷൻ അതിന്റെ ഇപ്പോൾ സ്റ്റോൺസ് ലേ ചെയ്ത് വരികയാണ്. അതിന്റെ എല്ലാ വില്ലേജുകളിലെയും അതിന്റെ അതിർത്തി മാർക്ക് ചെയ്തിട്ട് വരികയാണ്. 10 വർഷം എടുക്കുമല്ലേ? ഇല്ല, ഇത് വളരെ ഫാസ്റ്റാണ്. വളരെ ഫാസ്റ്റാണ്. ലാൻഡ് അക്വിസിഷൻ ഒക്കെ വേഗത്തിൽ നടക്കും. ഈ എടപ്പള്ളി ജംഗ്ഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും ഒരു ക്യൂരിയോസിറ്റിയാണ്. എടപ്പള്ളി ജംഗ്ഷൻ ഞാൻ 2-3 തവണ വെച്ചിട്ട് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ല. അവർ പറഞ്ഞത് സിഗ്നൽ ഉണ്ടാവില്ല, നമ്മൾ ഫ്ലോ ചെയ്ത് നേരെ തന്നെ പോകും. എടപ്പള്ളി ജംഗ്ഷനിൽ ഇനി സിഗ്നലിൽ കിടക്കേണ്ട കാര്യം ഉണ്ടല്ലോ, സിഗ്നൽ അവർ ഓപ്പൺ ചെയ്തിട്ട് നേരെ തന്നെ വിടും എന്നാണ് പറയുന്നത്. അപ്പോൾ ജംഗ്ഷനിൽ ഒരു റീറൂട്ട്മെന്റ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ഒരു യഥാർത്ഥത്തിൽ ഒരു എലിവേറ്റഡ് ഹൈവേ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ തുടങ്ങണമായിരുന്നു. പക്ഷെ അവരുടെ നിലവിലത്തെ DPR പ്രിപ്പറേഷനിൽ അവർ പറയുന്നത് നമ്മുടെ ഒബ്രോൺ മോളിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഈ ടെക്നിക്കൽ കാര്യങ്ങളിൽ നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ സജഷൻസ് കൊടുക്കാമെന്നല്ലാതെ നമ്മളൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ലല്ലോ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് പാലാരിവട്ടം ഇത് കടന്നു പോകും, മെട്രോ കടന്നു പോകും, വൈറ്റില കടന്നു പോകും. ഇതിനെ രണ്ടിനും ഇൻ്റർസെക്റ്റ് ചെയ്താണ് ഇത് വരേണ്ടത്. അതിൻ്റെ DPR ഫൈനൽ സ്റ്റേജസ് കഴിഞ്ഞു. DPR പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെന്നാണ്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ അരൂര് മുതൽ എടപ്പള്ളി വരെ ഫ്ലൈ ഓവർ വരുന്നുണ്ടോ? ഐ മീൻ എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ടോ? അല്ല, അതിന്റെ പ്രപ്പോസലാണ്, അതിന്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ്. പണിയെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമോ റോഡിൽ കൂടെ? കുറെ വർഷമായില്ലേ? അല്ല, പക്ഷേ ഈ നമ്മളുടെ ഇപ്പോൾ 45 മീറ്റേഴ്സ് വരുന്നതോടുകൂടി ഒരു വലിയൊരു കൺജഷൻ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പറവൂര് പോകാൻ ഇപ്പോൾ ശുചിത്വ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാത്തനാടന്ന് ഈ ഐലൻഡ്സിനെ കണക്ട് ചെയ്ത് കണ്ടെയ്നർ റോഡിലേക്ക്
ഒരു എൻട്രി ഉണ്ട് പിഴല വഴി. ഇപ്പൊ പിഴല ഇപ്പൊ നമ്മൾ കണക്റ്റഡ് ആയല്ലോ കണ്ടെയ്നർ റോഡ്. അത് ശരിക്കും ചാത്തനാട് പറവൂര് ഏഴിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചാത്തനാട് പാലം വഴി നമ്മുടെ ഈ കടമക്കുടി പഞ്ചായത്ത് കയറി പിഴല വഴി ഇങ്ങനെ വരുന്നു. അതൊരു 25 മിനിറ്റ്സ് കൊണ്ട് എറണാകുളം എത്തുന്ന ഒരു റൂട്ടാണ്. പാരലൽ ഇത് കോസ്റ്റൽ ഇൻലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, നമ്മുടെ വൈപ്പിനിലേക്ക് പാലങ്ങൾ പണിത അതോറിറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പൊ പറവൂരിൽ നിന്ന് ഇപ്പൊ നമ്മൾക്ക് വരാനെടുക്കുന്ന ടൈമൊക്കെ ഒരു 20 മിനിറ്റ്സ് ആയിട്ട് കുറയും. ഭയങ്കര ഈ ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നതോട് ഈ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കടമക്കുടി ഒരു വലിയൊരു ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ നാടാണ്. അത് ശരി. ഞാൻ 2 മാസം മുമ്പ് കടമക്കുടി പോയപ്പോഴത്തേക്കിനും ലൈക്ക് അവിടെ ആളുകൾ ഹോം സ്റ്റേകൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ ഇൻലാൻഡ് ടൂറിസം, ഹൗസ് ബോട്ടുകൾ വന്നു തുടങ്ങി. അങ്ങനെ ഭയങ്കരമായിട്ട് ആളുകൾ പോകുന്നുണ്ട്. അവിടെ ഭയങ്കര നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. അവരുടെ ട്രഡീഷണൽ ഓത്തൻറ്റിക് ഭക്ഷണം, മീനും കപ്പയും അതുപോലെ തന്നെ ബീഫും എല്ലാം കിട്ടുന്ന നല്ലൊരു ട്രഡീഷണൽ അവരുടെ ഒരു വേ ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. അതെ, അവിടെ സക്സസ്ഫുള്ളായി ഇത് നടത്തുന്ന ഒരുപാട് പേരുണ്ട്, ഹോം സ്റ്റേസ് നടത്തുന്നത്. ഇപ്പോൾ പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചേന്നൂർ എന്ന് പറയുന്ന ഒരു ഐലൻഡ്, കടമക്കുടി 9 ഐലൻഡുകളാണ്, ഉച്ചദ്വീപുകളാണ്. പിഴല, കടമക്കുടി, ചേന്നൂര്, കോതാട്, അങ്ങനെ പോവും. വരാപ്പുഴയായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ വരാപ്പുഴ പാലം വഴി അങ്ങനെ കറങ്ങി വരാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പണ്ട് പോകുന്നത് ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയുടെ അടുത്തുനിന്ന് ഒരു ബോട്ടുണ്ട് അല്ലെങ്കിൽ വഞ്ചിയുണ്ട്. അവിടെ നിന്ന് കയറിയിട്ട് 4ാമത്തെ സ്റ്റോപ്പാണ് മൂലമ്പള്ളി, പഴല, അങ്ങനെ പോവും, കോതാട് അങ്ങനെ പോവും. അപ്പോൾ ആ കാലത്ത് നിന്ന് നമുക്കിപ്പോൾ അവിടെ വാഹനം ഓടിച്ച് പോകാൻ പറ്റും. ഇപ്പോൾ ആ വഴിയിലൂടെ ഇപ്പോൾ നമ്മൾ ഏരിയൽ വ്യൂ കാണുമ്പോൾ കടമക്കുടിയെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഒരു ടൂറിസ്റ്റ് വന്നാൽ, നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വന്നാൽ, വിദേശികൾ വരുന്നത് അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനല്ല. അവർ വരുന്നത് നമ്മുടെ നാട്ടിൽ എന്താണോ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് അത് കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ അവർക്കത് വൃത്തിയായിട്ട് കൊടുക്കാൻ സാധിക്കും. അവർ താമസിക്കുന്ന സ്ഥലത്ത് കിടക്കുന്ന ബെഡാണെങ്കിലും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാഷ്റൂം ആണെങ്കിലും അവിടുത്തെ പരിസരമാണെങ്കിലും വൃത്തിയായിട്ട് വേസ്റ്റ് ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം. പിന്നെ നമ്മൾ ഓഫർ ചെയ്യുന്നത് നമ്മളുടെ സ്പൈസ് ലെവൽ മാറുമെങ്കിലും നമ്മുടെ ഓത്തൻറ്റിക് ഫുഡ് കഴിക്കാനാണ് അവർ വരുന്നത്. അത് നമുക്ക് നന്നായി കൊടുക്കും. ഇപ്പോൾ കുമ്പളങ്ങി ഒരു പ്രധാനപ്പെട്ട ടൂറിസം, ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ആണ്. കഴിഞ്ഞ ദിവസം ഒരു ഫോറിനറിൻ്റെ ഒരു വീഡിയോ കണ്ടു. പുള്ളി കുമ്പളങ്ങി പോയിട്ട് വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഞാൻ ഈ സ്ഥലം എങ്ങനെയോ കണ്ടുപിടിച്ച് വന്നതാണ്, ഇതിനെപ്പറ്റി ആരും എവിടെ പറഞ്ഞു കേട്ടിട്ടില്ല, എവിടെയും ഞാൻ കണ്ടിട്ടില്ല, ഇറ്റ്സ് ടോട്ടലി എന്താ പറയുക എക്സ്പ്ലോർഡ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ നോക്കുമ്പോൾ ശരി, എത്ര ആൾക്കാർ വരുന്നുണ്ട് കുമ്പളങ്ങി, എത്ര പേര് കുമ്പളങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങിയിൽ ഇപ്പൊ കവര് കാണാൻ, കവരെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ സീറ്റിൻ്റെ അടുത്തായിരുന്നു. ഞങ്ങൾ സംസാരിച്ചു, പരിചയപ്പെട്ടു, കുറേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു സിംഗിളാണ്, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി നടത്തുന്ന ഒരാളാണ്. അയാൾ ടൂറിന് വന്നതിൻ്റെ അടുത്ത് കുറച്ച് സജഷൻസ് ഒക്കെ ചോദിച്ചു. അപ്പോഴും ഞാൻ കുമ്പളങ്ങി കവര് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പറഞ്ഞു, പുള്ളിയുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി, അവിടെ കവര് കാണുന്നുണ്ട്, ഇത് തുറന്നു പോയി. എന്നിട്ട് പുള്ളി എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു. ഞാൻ പറയുന്നത് ഒരു അതുപോലെ ഒരുപാട് നമ്മളിപ്പോൾ കുമരകം പലപ്പോഴും പൊല്യൂട്ടഡ് ആവാറുണ്ട്, വാട്ടേഴ്സ്, ബാക്ക് വാട്ടേഴ്സ്. പക്ഷെ നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് കടമക്കുടിയും കുമ്പളങ്ങിയൊക്കെ. അവിടെ നമ്മൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കല്ലഞ്ചേരി, അവിടെ എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് ഭക്ഷണം കൊടുത്ത് ഹോം സ്റ്റേ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഹോം സ്റ്റേക്ക് അസോസിയേഷൻ ഉണ്ട്, ആറ്റ്സ് എന്ന് പറഞ്ഞാൽ. അവർ നന്നായി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അത് അവരെങ്ങനെ പെരുമാറണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മളുടെ ഒരു യുണീക്നെസ് അതിലേക്ക് ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റ്സിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ഇപ്പോഴും കൃത്യമായിട്ട് വന്നിട്ടില്ല. അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിനെല്ലാം ഒരു എവിടെ ഈ പറഞ്ഞ വേർ ഡു വി ഗെറ്റ് ദിസ് ഇൻഫർമേഷൻ ഫ്രം? നമുക്കൊരു ഹോം സ്റ്റേയിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാണ്, എവിടെയാണ് പോയി താമസിക്കേണ്ടത്, അത് നമ്മൾക്ക് ഇവിടെ പോലെ തന്നെ കുമ്പളങ്ങിയിൽ ഇപ്പോൾ ഒരുപാടായി നന്നായി നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഹോം സ്റ്റേ തുടങ്ങി, ആ ഹോം സ്റ്റേയിലേക്ക് ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. പക്ഷെ ആ റോഡ് ഭയങ്കര മോശമാണ്. ആ റോഡ് വിദേശികൾ വരുന്ന സ്ഥലമാണല്ലോ, ആ റോഡൊന്ന് ശരിയാക്കാൻ നമ്മുടെ ആരെങ്കിലും ഒരു ജനപ്രതിനിധി തീരുമാനിച്ചു കഴിഞ്ഞാൽ പറയും അത് റിസോർട്ട് മാഫിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഹോട്ടലുകാരെ സഹായിക്കാൻ വേണ്ടി, സാധാരണക്കാർക്ക് തദ്ദേശീയർക്കായിട്ടുള്ളവർക്ക് എന്ത് ഗുണം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും ഉണ്ട്.
ഇതിൽ ഞാൻ പറയാൻ മനസ്സിലായത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. നമ്മുടെ കുറച്ച് ബാഡ് വേർഡ്സ് ഉണ്ട്. ഈ റിസോർട്ട് മാഫിയ, ആഡംബര കാറ്, പിന്നെ ബസ് മാഫിയ, കുത്തക മുതലാളി, അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഉടനെ അത് ആഡംബര കാറാണെങ്കിൽ പിന്നെ അങ്ങ് വേറെ ലെവലാക്കി. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആഡംബരക്കാർ അപകടത്തിൽപ്പെട്ടു, എല്ലാം ആഡംബര ചേർത്തിട്ട് കുറെ സംഭവങ്ങൾ വരും. കുറെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മെല്ലെ ഇരിക്കുമ്പോൾ ഒരു ആശുപത്രിയിലേക്കുള്ളൊരു റോഡ്, ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും കെയർ വേണ്ട ഒരു സ്ഥലമാണ്. ചെറിയ ഹോസ്പിറ്റലായിട്ട് തുടങ്ങി ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കും. അവിടത്തേക്കുള്ള ഒരു റോഡിന് വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുത്തിരുന്നു. എന്തൊരു എതിർപ്പായിരുന്നു എന്നറിയാം. യു വോണ്ട് ബിലീവ്, വിദേശത്തുനിന്ന് ഒരുപാട് രാജ്യങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നു. അതിൻ്റെ ഒരു എഡ്ജൊന്ന് ശരിയാക്കാൻ ഒരു കർവ്, ബെൽമൗത്ത് എന്ന് പറയില്ലേ, അത് കൊടുത്താൽ മതി. അത് കൊടുക്കില്ല. പൈസ കൊടുത്തതിന് ചീത്തയും ബഹളമായിരുന്നു. നമ്മുടെ അമൃത ആശുപത്രിയിലേക്കുള്ള റോഡ് നന്നായത് എപ്പോഴാണ്? എത്ര വർഷമായി കാണും നന്നായിട്ട്? ആശുപത്രി വന്നിട്ട് ഞാനാണ് ചെയ്തത്. CRF അധികം വർഷമായിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടെ അമൃത ആശുപത്രിയിലേക്ക് പോകുന്നത്. സാർ, നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താ അറിയോ? വരുമാനം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെയും ബാക്കിയുള്ള ആൾക്കാരെയും അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യണം, ഇല്ലേ? ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ എത്രത്തോളം വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ എടപ്പള്ളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു അണ്ടർപാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അണ്ടർപാസ് ഇപ്പോൾ നമുക്ക് എടപ്പള്ളി ജംഗ്ഷൻ എത്താതെ പോണേക്കരയിൽ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് കയറിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. പണ്ട് ഗേറ്റ് അടഞ്ഞ് കിടന്നിരുന്നതാണ്. ഗേറ്റ് അടഞ്ഞ് കിടന്നപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ പാലം വന്നപ്പോൾ ഗേറ്റ് സ്ഥിരമായിട്ട് അടച്ചു. പക്ഷെ ആ അണ്ടർപാസിലൂടെ നമുക്ക് ലുലു ജംഗ്ഷനിൽ പോവാതെ നമുക്ക് ഈ അമൃത ഹോസ്പിറ്റലും ആംബുലൻസിലും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയി. ഒരു പാസേജ് ആണ്. അതുപോലെയുള്ള പാസേജസ് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. അത് ഈ ഒരു കൺസെപ്റ്റ്, നമ്മുടെ ഒരു സങ്കല്പം മാറണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ. ആശുപത്രി, പൊതുസ്ഥാപനങ്ങൾ, അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ജോലി, അവർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, നമ്മൾ എത്ര പേർക്ക് കൊണ്ട് ഒരു ആശുപത്രിയിൽ വിളിച്ച് ബില്ല് കുറയ്ക്കാൻ പറയും? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കോസ്റ്റ്, അവർക്കൊരു 10,000 രൂപ കുറച്ച് കിട്ടിയ അത്രയും സഹായമല്ലേ? എത്രയോ ആശുപത്രികളിൽ എല്ലാ ദിവസവും ഞാൻ വിളിക്കാറുണ്ട്. അപ്പൊ അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഹോട്ടലിലേക്കാണ്, ഈ ആശുപത്രിയിലേക്കാണ് ഒരു റോഡ്. അപ്പോൾ ഈ പറഞ്ഞ വേറൊരു ആസ്പെക്ട് എടുക്കും. അതെ, റോഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് പോയിരുന്നേ. തിരുവനന്തപുരത്ത് പോയപ്പോഴത്തേക്കിനും നമ്മൾ ശരിക്കും പറയുന്ന പോലെ തിരുവനന്തപുരത്തെ രാജവീതികളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീൽ അവിടുത്തെ റോഡുകളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി തിരുവനന്തപുരം കോഴിക്കോടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇപ്പോഴും എറണാകുളത്തെ റോഡുകൾ ലൈക്ക് കുറച്ച് ബിഹൈൻഡ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനകത്ത് 1-2 കാര്യങ്ങൾ, നമ്മൾ ഈ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്, കുറ്റം പറയുന്നൊന്നും വിചാരിക്കേണ്ട. ഈ കൊച്ചി മെട്രോ വന്നു. കൊച്ചി മെട്രോ തൂണുകളൊക്കെ റോഡിന് നടുവിലൂടെ പോകുന്നു. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ തന്നെ കുപ്പിക്കഴുത്താണ്. ഈ റോഡ് പ്രോപ്പറായിട്ട് വീതി കൂട്ടാതാണ് ഇതിൻ്റെ നടുകൂടെ കൊച്ചി മെട്രോ പണിയുന്നത്. റോഡിന് 2 വണ്ടി അറ്റ് എ ടൈം പോകാനുള്ള വീതി പോലും അവിടെ ഇല്ല. വളരെ കുപ്പിക്കഴുത്താണ്. ലാൻഡ് അക്വിസിഷൻ നടന്നിട്ടില്ല. ഇനി പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ബ്ലോക്ക്. അവിടുന്ന് തിരിഞ്ഞങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ഈ എടപ്പള്ളി ആറ്റിലും പോകണമെങ്കിൽ ഇത് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ഞങ്ങൾക്കൊന്ന് വീട്ടിൽ കയറാനും ഇറങ്ങാനും പാടാം. അത് പറയാനല്ല വന്നത്. ശരിക്കും ഉണ്ടല്ലോ, ഈ റോഡിലെ ഈ കട്ട ഇട്ടിട്ടുള്ള പരിപാടിയില്ലേ, അതാണ് സത്യം പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം. അതായത് ഈ കട്ടയും റോഡും തമ്മിലുള്ള നമ്മളൊക്കെ, നിങ്ങൾ ഇന്നോവയിലല്ലേ യാത്ര ചെയ്യുന്നത്, എനിക്ക് ഫോർച്യൂണറുണ്ട്. സാധാരണക്കാരൻ ബൈക്കിലും ചെറിയ വണ്ടിയിലും യാത്ര ചെയ്യുമ്പോൾ ഇത് ഭയങ്കര പാടാ. നമ്മളറിയത്തില്ല. ഒരു ചെറിയ വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. വീഴല്ല, അവന് പതുക്കെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പറപ്പിച്ച് പോകാം, നമ്മുടെ വലിയ വണ്ടിയും വലിയ ടയറുമാണ്. പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ മെട്രോ തൂണുകളുടെ താഴെയുള്ള ഈ ബോബിളിംഗ് ഉണ്ട്, അതായത് ഈ പൊങ്ങിന്താന്നും ഉള്ളത്, ഇതൊക്കെ കാരണമാണ് ഇവിടുത്തെ ബ്ലോക്ക് കൂടുന്നത്. ഈ റോഡ് ലെവലല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ശരിക്കും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഈ റോഡൊക്കെ സ്മൂത്ത് ആക്കാൻ. കുണ്ടും കുഴി അല്ല ഞാൻ പറയുന്നത്, ഈ റോഡിലെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളല്ലേ. ഒരു പാലമുണ്ട്, ആ പാലത്തിന്റെ അവിടെ കയറുന്ന സംഭവം. ഇപ്പൊ നമ്മൾ നോർത്ത് പാലം നോക്കിയല്ലോ നമുക്ക്. ഇതില് 2 ആസ്പെക്ട് ആണ്. ഒന്ന്, കൊച്ചി ഒരു പ്ലാൻ സിറ്റി അല്ല, ട്രിവാൻഡ്രം ഇസ് എ പ്ലാൻഡ് സിറ്റി. അതിന്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. തിരുവനന്തപുരം ടൗൺ പ്ലാനിങ് ഏറ്റവും നന്നായി നടന്നിട്ടുള്ള ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം. അതിന്റെ വലിയ ബെനിഫിറ്റ്സ് ഓർക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വലിയ റോഡുകളുണ്ട്. ഇപ്പം നമ്മൾ പാളയം MLA ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് താഴെ കൂടി പോകുന്ന പാസേജ് ആണെങ്കിലും തമ്പാനൂരേക്ക് എത്തുന്ന പാസേജ് ആണെങ്കിലും ഇറ്റ്സ് അമേസിങ്.
ആ ഒരു പ്ലാനിങ് ഒട്ടും നടക്കാത്ത അൺപ്ലാൻഡ് ആയിട്ടുള്ള നമ്മളുടെ ഒരു 1 മീറ്റർ ബിലോ സീ ലെവലാണല്ലോ, അതിൻ്റെ എല്ലാ ചാലഞ്ചസും നമുക്കുണ്ട്. വെള്ളക്കെട്ടുണ്ടാകുന്നതും ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ പറഞ്ഞത് നമുക്ക് നമ്മളുടെ ഒരു പലപ്പോഴും ഇതിൻ്റെ ഒരു ദീർഘവീക്ഷണമില്ലായ്മയാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞ പച്ചാളം പാലം ഡോക്ടർ ശ്രീധരൻ പണിതാണ്. അത് ഏറ്റവും മിനിമം ലാൻഡ് അക്വിസിഷൻ വെച്ച് നമ്മൾ പണിതൊരു പാലമാണ്. റെക്കോർഡ് ടൈമിൽ പണിതു, പുള്ളി പൈസയും തിരിച്ച് ഗവൺമെൻറ്റിൽ ഏൽപ്പിച്ചു. പക്ഷെ അവിടെ ഒരു 2 സെൻറ്റ് സ്ഥലവും കൂടി എടുത്തിരുന്നെങ്കിൽ ആ ജംഗ്ഷനിൽ ഉള്ള ഇപ്പോഴത്തെ കഞ്ചഷൻ, നമുക്ക് ആ പച്ചാളം ജംഗ്ഷനിലൊരു കഞ്ചഷൻ ഉണ്ട്, ആ ചാത്തിയത്ത് പള്ളിയുടെ അങ്ങോട്ട് പോകുന്നത്, അത് മാറി കിട്ടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് അറിഞ്ഞു വന്നപ്പോഴേക്കും അവർ വർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഇനി അവരുടെ പർപ്പസിലുള്ളതല്ല. അന്ന് മെട്രോ റെയിലിനെ കൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് മൊഞ്ചാണ്ടി സാർ ഇരുന്നപ്പോൾ ചെയ്യിപ്പിച്ച പ്രോജക്ട്സാണ്. അപ്പോൾ വിഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ NH66 30 മീറ്റേഴ്സിൻ്റെ പ്രശ്നം, 45 മീറ്റേഴ്സിൻ്റെ പ്രശ്നമൊക്കെ അറിയാമല്ലോ. എല്ലാ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഞങ്ങളും എല്ലാം സമരം ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും. അപ്പോൾ അത് നമ്മളൊരു വിഷനോടുകൂടി എന്തെടുക്കുമ്പോഴും കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രോജക്ട്സിൽ കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിച്ചാൽ, ഈ പറഞ്ഞ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷനിൽ ലീഡർ കെ കരുണാകരൻ പറഞ്ഞാണ് അന്ന് 6 വരി പാതയായിരിക്കണം ഗോശ്രീ പാലത്തിൻ്റെ. ഇപ്പം നമ്മൾ ഹയാത്തിലൊരു കല്യാണം നടന്നാൽ നമ്മൾ ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ മണിക്കൂറുകളോളം വൈപ്പിനിലേക്കുള്ള ആൾക്കാർക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ദീസ് ആർ ഓൾ നമ്മളുടെ ഭരണകർത്താക്കളുടെ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഒരു വിഷനിലുള്ള ഒരു അപാകതയാണ്. ഓക്കെ, നമ്മളെല്ലാം നിങ്ങളെപ്പോലുള്ള ആളുകളും ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും ഒക്കെ ഞങ്ങൾ പല പ്ലാറ്റ്ഫോംസിലും ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കുറവുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഏറ്റവും നല്ല റോഡായിരിക്കുമല്ലോ വന്ന് പൈപ്പിന് വേണ്ടി കുത്തിപ്പൊളിക്കുന്നത്. അത് വാട്ടർ അതോറിറ്റിയും KSEBയും PWDയും കൂടി ഒരു മീറ്റിംഗ് നടത്തിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ നമ്മുടെ ആൾക്കാരുടെയും ഒരു ചിന്താഗതിയിലുള്ള ഒരു സിവിക് സെൻസിൻ്റെ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് പ്രഷറായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെ ഒക്കെ മുകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾ എ മാറ്റർ ഓഫ് ടൈം. വി ആർ ഗെറ്റിംഗ് ബെറ്റർ. ഈ MP ആയിട്ട് MLA ആയിട്ട് വരുന്നിട്ടുള്ളല്ലോ, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബേസിക് വ്യത്യാസങ്ങളായിട്ട് തോന്നിയത്? രണ്ട് പ്ലാറ്റ്ഫോംസാണ്. MLA എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ആണ്. യു ഹാവ് മോർ പ്രസൻസ്, മോർ എഫക്റ്റീവ്. നമുക്ക് സ്റ്റേറ്റിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ എഫക്റ്റീവായി നമ്മുടെ സാന്നിധ്യം അറിയിച്ച് നമ്മുടെ ഓണർഷിപ്പിൽ ചെയ്യാൻ പറ്റും. ഭരണം കൂടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെയ്യാൻ പറ്റും, നന്നായി ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ 2011 to 16 ഐ വാസ് എ പാർട്ട് ഓഫ് ദാറ്റ്. നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഒരു വലിയ എക്സാമ്പിളാണ്. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണിക്കാൻ പറ്റും. MP ആവുമ്പോൾ ഈ 7 നിയോജകമണ്ഡലത്തിൽ നമ്മളുടെ കൺട്രോളിലാണെന്ന് പറയാം. പക്ഷേ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റില്ല. നമുക്ക് പ്രസൻസ് അറിയിക്കാൻ പറ്റില്ല. ഫണ്ട്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ദ പ്ലാറ്റ്ഫോം യു റെപ്രസെൻറ്റ് ഇസ് മച്ച് ലാർജർ. നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റിന് വേണ്ടി ലോ ഉണ്ടാക്കുമ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടി മുഴുവനുള്ള ലോ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ആൻഡ് ദ കൈൻഡ് ഓഫ് പീപ്പിൾ യു മീറ്റ്, നമ്മൾ ഈ TV-യിലുമൊക്കെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഡൈവേഴ്സാണ്. എല്ലാവരുടെയും കൾച്ചറൽ ഡിഫറൻസസും പൊളിറ്റിക്കൽ ഐഡിയോളജീസും. ഇറ്റ്സ് എ മച്ച് ബിഗർ പ്ലാറ്റ്ഫോം. യു ആർ റെപ്രസെൻറ്റിങ് ഓർ യു ആർ റേസിങ് യുവർ വോയിസ് ഇൻ എ മച്ച് ബിഗർ പ്ലാറ്റ്ഫോം. അതിൻ്റെതായ കാരണം ഈ ഫെഡറൽ സ്ട്രക്ചറിൽ 2 ടയേഴ്സ് ഉള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. ഇറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഒരു 35-ാമത്തെ വയസ്സിൽ MP ആയിട്ട് പോയപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു, നോ ഡൗട്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പേഴ്സണലി നമ്മൾ ഏറ്റവും എഫക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഐ വിൽ സേ മോർ എഫക്റ്റീവ് ഇസ് എൻ MLA ദാൻ എൻ MP ഇൻ ടേംസ് ഓഫ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിൽ, ഒരു ജനപ്രതിനിധിക്ക് ഇടപെട്ട് ചെയ്യാൻ കഴിയുന്നതിൽ മോർ എഫക്റ്റീവ് MLA ആണ്, ഒരു സംശയമില്ല. കേരളത്തിൽ പ്രത്യേകിച്ച്. കേരളത്തിലൊരു MLAക്ക് 6 കോടി രൂപ കിട്ടും. എങ്ങനെ? കേരളത്തിലൊരു MLAക്ക് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് 6 crore rupees കിട്ടുന്നു. ഫണ്ട്സ്. ഓക്കെ, MLA ഒരു മാസോ? അല്ല, ഒരു വർഷം. അത്രേ ഉള്ളൂ. 6 crores. ഓക്കെ. MPക്ക് 5 crores കിട്ടുന്നത് 7 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക്. ഓക്കെ, ഫണ്ടായിട്ട് കിട്ടുന്നത് 5 crores in 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. ഇത് ഒരു വർഷത്തേക്കുള്ള ഫണ്ടാ? ഒരു ഫിനാൻഷ്യൽ ഇയറിലുള്ള ഫണ്ട്. അത്രേ ഉള്ളൂ അല്ലേ? 5 കോടി വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ചെറിയൊരു ആശുപത്രി, സ്കൂള്, ഇത് റോഡ്, ചിലപ്പോൾ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ എക്യുപ്മെന്റ്, അങ്ങനെ വലിയ എക്യുപ്മെന്റ്സ് ഒന്നും ഇപ്പോൾ ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഒരു 128 CT സ്ലൈസ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 5 crore rupees.
ഓക്കെ, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. ശരി. എന്താല്ലേ ഇപ്പോൾ CSRന്റെ സഹായങ്ങൾ തേടും പല പ്രോജക്ട്സിനും. അങ്ങനെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായിട്ട് എൻ്റെ കുറേ റീച്ച് ഔട്ട് പ്രോഗ്രാംസ് ഉണ്ട്. എൻ്റെ സോഫിസ്റ്റിക്കേറ്റഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ്സ് ഉണ്ട്, എൻ്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പ് ഓഫ് ലൈഫ്, നമ്മുടെ വൺ ഓഫ് ദ മേജർ വുമൺ ഹൈജീൻ മെൻസ്ട്രൽ ഹൈജീൻ പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ ഡ്രഗിനെതിരെ 26th ഒരു മേജർ ക്യാമ്പയിൻ ആരംഭിക്കുക. ഇറ്റ്സ് എ 5-year പ്രോജക്റ്റ്. അത് സ്കൂൾസിൽ ചെയ്യാൻ പോകുന്നു. അത് ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ്, വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യാൻ. അപ്പോൾ ഒരു സീരീസ് ഓഫ് ക്യാമ്പയിൻസ്. നമ്മൾ നിയമം നിർമ്മിക്കുക, കല്യാണം മരണമൊക്കെ കൂടുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡെവലപ്മെന്റ് നോക്കുക. പക്ഷെ നമ്മളിലുള്ള ഒരു സോഷ്യൽ ബീയിങ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ ഇപ്പൊ മെന്റൽ ഹെൽത്ത്. നിങ്ങൾ പല സ്ഥലത്തും പോലെ മെന്റൽ ഹെൽത്ത് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട്, നമ്മൾ ചർച്ച ചെയ്യാത്തൊരു ആസ്പെക്റ്റാണ്, പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഞാൻ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ പോലെ, ഈ കപ്പ് ഓഫ് ലൈഫ് പോലെ എൻ്റെ ഒരു പാഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേക്കു എന്നാണ് ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര്. ഞങ്ങൾ ലോഞ്ച് ചെയ്തു. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ സെൻസിറ്റൈസ് ചെയ്യുക. യു ആർ സഫറിങ് ഫ്രം ഡിപ്രഷൻ, ഐ ആം എ ബൈപോളർ ഡിസോർഡർ പേഴ്സൺ. നമ്മളെ ട്രീറ്റ് ചെയ്ത് റീഹാബ് ചെയ്യല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ, ഇങ്ങനെ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ടെന്നും ദേ ആർ യു വോണ്ട് ടു ലിസൺ ടു ദം എന്നുള്ളതും, അവർക്ക് തുറന്ന് സംസാരിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരുള്ളത് കൊച്ചിയാണെന്നാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ലൈക്ക് എവിടെ എന്തെങ്കിലും കൊച്ചിയിലാണോ അവൻ ഡ്രഗ് എന്നൊക്കെ പറയുന്ന പല ട്രോൾസിലും ഇപ്പൊ നമുക്ക് കാണാം. കൊച്ചിയിൽ വരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ എല്ലാ സ്റ്റേറ്റ്സ്, കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നും വരുന്ന ആളുകളാണ് കൊച്ചിയിൽ വരുന്നത്. പഠിക്കാൻ വരും, ജോലിക്ക് വരും, ഈ കുറേ ഈ ലാംഗ്വേജസ് പഠിക്കാൻ വരും, വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യാം, അവരെല്ലാം കൊച്ചിയിലാണ് വരുന്നത്. അപ്പോൾ വലിയ കണക്റ്റഡ് ആയിട്ടുള്ള സിറ്റിയാണ്. ഇപ്പം നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ എല്ലാ ജില്ലകളിലും ഡ്രഗിൻ്റെ യൂസേജ് വളരെ കൂടിയിട്ടുണ്ട്. ആൻഡ് ഞാനൊരു 3 വർഷം മുമ്പ് ആലോചിച്ചൊരു പ്രോജക്റ്റായിരുന്നു ഇത്, ഡ്രഗ് അബ്യൂസിനെതിരെയുള്ളത്. പക്ഷേ ഗവൺമെൻറ് അതൊരു പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് വേണ്ടില്ല എന്ന് ഓർത്തുകൊണ്ടിരുന്നു. പക്ഷെ നമ്മളൊരു ഉദ്ഘാടനം നടത്തി അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ സീരീസ്. ഞാൻ പറയില്ല, ഈ വേണ്ട എന്ന് പറയുന്ന ഓർഗനൈസേഷൻ 5 വർഷം ഈ സേഫ് വില്ലേജ് MOU ഒപ്പിടുകയാണ് പഞ്ചായത്തുകളായിട്ട്. ദേ വിൽ ബി മാപ്പിംഗ് ദ സ്കൂൾസ്. 5 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ വൾണറബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, കുട്ടികളെ ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ സോഷ്യൽ ഗ്രൂപ്പ്സ്, റെസിഡൻസ് അസോസിയേഷൻ, പാരന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻസ്, കുടുംബശ്രീ, ഇവരെല്ലാവരുടെയും മീറ്റിംഗ്സ് വിളിച്ച് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിട്ട് നടത്തുന്ന അൺടിൽ റീഹാബ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അത് ദേ വിൽ ഡു ഇറ്റ്. നമ്മൾ CSR ഫണ്ടിന്റെ സഹായത്തോടു കൂടി ഇറ്റ് വിൽ ഗോ ഓൺ ആസ് എ പ്രോജക്റ്റ്. അത് ഒരു പ്രോജക്റ്റ് ആയിട്ട് പോകും. നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് സമൂഹത്തിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ആളല്ല എന്നുള്ള മെസ്സേജ് കൊടുത്ത് അത് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചി, ഓഫ് കോഴ്സ് കൊച്ചിയിൽ ഒരു urban സിറ്റിയുടെ എല്ലാ ചാലഞ്ചസും ഉണ്ട്. ഡ്രഗ് യൂസ് വല്ലാതെ കൂടിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഫാക്ട്. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഏജ് ഗ്രൂപ്പ്സ് ആണ്. ഏറ്റവും താഴ്ന്ന ഏജിലേക്ക് കുട്ടികൾ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഒരു സിവിക് സെൻസും എക്സൈസും പോലീസും മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, നിങ്ങളും ഞാനും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശിവൻകുട്ടി സാറായിട്ട് ഇതേപോലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ കാര്യം സ്കൂൾ തലത്തിൽ മുതൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ MB രാജേഷായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള കുറേ കാര്യങ്ങൾ കേട്ടു. ഇതെല്ലാം ലൈക്ക് കണക്റ്റഡ് ആണ്. ഒരു കരിക്കുലം ഫ്രെയിം ചെയ്യാനും ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും സപ്പോർട്ട് വേണം. ഇതൊരു സോഷ്യൽ ഡ്രൈവ്. പഞ്ചാബിനെ നമ്മളെപ്പോഴും നമ്മുടെ ഉടുത്തെ പഞ്ചാബ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അവിടുത്തെ ചെറുപ്പക്കാരെ എങ്ങനെയാണ് ലഹരിക്ക് അവർ അടിമപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു ഭയങ്കര ഒരു സീരിയസ് ഫിലിമാണ്. അതുപോലെ കേരളം ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. കേരളത്തിൽ കൂടുതൽ അവയർനെസ് ഉള്ളതുകൊണ്ട് റിപ്പോർട്ടിംഗ് കൂടുതലാണ്, ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന കൂടുതലാണ്, നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ ഗവൺമെന്റ് വലിയ ഡ്രൈവ് എടുത്തിട്ട് അത് കൂടുതൽ. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ചിലപ്പോൾ മറ്റ് സ്റ്റേറ്റിൽ ഇതില്ല എന്നുള്ളതല്ല, നമ്മൾ കുറെ കൂടി അവെയർ ആയിട്ടുള്ള ആളുകളായത് കൊണ്ടിട്ടും ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാദേശിക മാധ്യമങ്ങളുള്ളതും കേരളത്തിലായതുകൊണ്ട് വാർത്തകൾ നമ്മൾ കാണുന്നത്. അതെ, അല്ല നമ്മൾ പക്ഷെ അത് അവെയർ ആവണം. ഇറ്റ് ഈസ് എ സോഷ്യൽ മെനസ്. നമ്മളത് കേർബ് ചെയ്തേ പറ്റൂ. അത് നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. റിലീജൻ ഇല്ലാത്ത, പൊളിറ്റിക്സ് ഇല്ലാത്ത, ജെൻഡർ ഇല്ലാത്ത
ഒരു ഡിഫറൻസസും ഇല്ലാത്ത, കാസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം ഈ ഡ്രഗ് യൂസേജിൻ്റെ ആളുകളാണ്. അതിലൊന്നുമില്ല. നമ്മൾ അവരുടെ യൂത്ത് എനർജി ചാനലൈസ് ചെയ്യുക സ്പോർട്സിലൂടെ, മ്യൂസിക്കിലൂടെ. അവരുടെ പാഷൻ എന്താണോ അതിന് അവർക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ധാരാളം യാത്രകൾ ചെയ്യാറുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്നൊരു രാജ്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് പ്രാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടം. പ്രാഗ്, എവ്രിബഡി വിൽ ലൈക്ക് പ്രാഗ്. പ്രാഗിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ്, ഞങ്ങൾ MLA മാരായിരുന്നപ്പോൾ 6 MLA മാരുണ്ടായിരുന്നു, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം. ട്രിപ്പ് അടിച്ചതാ? ഞങ്ങൾ സ്ഥിരമായി പോകുന്ന ആൾക്കാരായിരുന്നു. ശരി. പ്രാഗ്, ബുഡാപെസ്റ്റ്, പാരീസ്, ഇവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. വെനിസ്. ഞങ്ങൾ നമ്മളുടെ ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ പോയിട്ടുണ്ട്. ബാഴ്സലോണ, കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പ്രാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന്, അത് അവർ പ്രിസർവ് ചെയ്യുന്ന രീതി. 14th സെഞ്ച്വറിയിൽ അന്നത്തെ പ്രിസണേഴ്സിനെ ടോർച്ചർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ മ്യൂസിയം ഉണ്ടാണ്. അപ്പോൾ നമ്മുടെ ചാൾസ് ബ്രിഡ്ജിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോയാൽ നമുക്ക് ഈ മ്യൂസിയംസ് ഒക്കെ വലിയൊരു കൗതുകമാണ്. എന്നാൽ അവിടുത്തെ കഫറ്റീരിയാസ് ആണെങ്കിലും, അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും, അവിടുത്തെ ഫുഡാണെങ്കിലും, ഇവിടെ എല്ലാം ഭക്ഷണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പ്രാഗിൽ. അവനവിടെ താമസക്കാരനായിരുന്നു, എൻ്റെ കോളേജ് മേറ്റാണ്. അപ്പോൾ ഞങ്ങൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ ഫാമിലീനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 6 MLA മാരും കൂടി അവിടെ പോയി താമസിച്ചു. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്നത് പ്രാഗ്. എനിക്ക് ഗോസോ, എൻ്റെ ബ്രദറിലോ മാൾട്ടയിലൊരു ഷെഫാണ്. അപ്പോൾ ഞങ്ങൾ ഗോസോ ഇതേപോലെ നമ്മൾ ഒന്ന് സ്ലോ ആയി ജീവിതം പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കുറേ കൂടി കാം ആൻഡ് പീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് പ്ലേസ്. ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ നോർവേ പോകാനൊരു അവസരം കിട്ടി. ഞാനൊരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് 3 MP മാരുടെ ഒരു ഡെലിഗേഷനിൽ നോർവേ എംബസി ഇതിൽ പോയത്. ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഐ തിങ്ക് ട്രാവൽ വൈസ് വർക്ക് റിലേറ്റഡ് കോൺഫറൻസസ് ആയിട്ട് പോയിട്ടുണ്ട്, ഇതായിട്ട് പോയിട്ടുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു സ്ഥലം ചിലപ്പോൾ പ്രാഗായിരിക്കും. വി ലവ് ട്രാവലിംഗ് ഇൻ യൂറോപ്പ്. നിങ്ങളിപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ഇനി ബാക്കിയുള്ളത്? ഞാനിപ്പോൾ 77 രാജ്യങ്ങളായി. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്ത് നമുക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ രാജ്യങ്ങളും പോവുക. മോണ്ടിനീഗ്രോ ഞാൻ പോയിട്ടുണ്ട്. എക്സ്റ്റെൻസീവായിട്ട് കവർ ചെയ്തിട്ടില്ല, ട്രാവൽ ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ നമുക്ക് ഉക്രൈൻ, ബെലാറസ് ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളും പോയി. ഞാൻ ഇവിടുന്ന് ഒരു യാത്ര നടത്തിയിരുന്നു, ഇന്ത്യ ടു ലണ്ടൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോകുക എന്നുള്ളൊരു യാത്ര നടത്തിയിരുന്നു. ടിബറ്റ് വഴി കയറി ചൈനയിൽ. ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം, നിങ്ങൾ ഈ ട്രാവലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നോക്കാം. നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൊച്ചിയിൽ നോക്കിയാൽ, ഇന്ന് നോക്കിയാൽ ഒരു 50-56 ഒക്കെ ആയിരിക്കും. ലണ്ടനിൽ എത്ര ആയിരിക്കും എന്നറിയാം? കുറവായിരിക്കില്ലേ? 2 or 3 എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ബിക്കോസ് ഓഫ് ദ ബസ്സസ്, അതിൽ നിന്നുള്ള എമിഷൻ. ലണ്ടൻ സിറ്റിയും കൊച്ചി സിറ്റിയും കൂടി നോക്കുമ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, ലണ്ടൻ ഇസ് എ മോർ ക്രൗഡഡ് സിറ്റി. എല്ലാ ആളുകളും വരുന്ന സ്ഥലമാണ്. പക്ഷേ അവർ ഉപയോഗിക്കുന്ന അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. എൻ്റെ അടുത്ത് ഒരു IAS ഓഫീസർ ഒരു ഫ്ലൈറ്റ് വെച്ച് പറഞ്ഞത്, ഇറ്റ്സ് അബൌട്ട് ദ ഡിസൈൻ പ്രോബ്ലം. ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ യാത്ര നമ്മൾ ഈ മത്സരവട്ടം നടത്തുമ്പോൾ ഇറ്റ് ഇസ് ബേസിക്കലി എ ഡിസൈൻ പ്രോബ്ലം എന്നാണ് പുള്ളി പറയുന്നത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ശരിക്കും വേണ്ടത്. ഞാൻ പറയുന്നത് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഗവൺമെൻറ് സ്വന്തമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തുന്നത് നമ്മൾ വളരെ കുറവേ കാണുന്നുള്ളൂ. എല്ലാം പ്രൈവറ്റൈസ്ഡ് ആണ്, പക്ഷേ അണ്ടർ ഗവൺമെൻറ് കൺട്രോൾ ആയിരിക്കും. ഫെയർ ഇപ്പം യൂറോപ്പിലാണെങ്കിലും എവിടെ പോയാലും ഈ ബസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാം പ്രൈവറ്റൈസ്ഡ് ആണല്ലോ, പ്രൈവറ്റ് വണ്ടികളാണല്ലോ. പക്ഷേ എല്ലാം കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് ആയിരിക്കും മിക്കതും. നമുക്കിവിടെ പലതിലും ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ ഇല്ല. പ്രൈവറ്റ് സെക്ടറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓഫ് കോഴ്സ് നമുക്ക് അറിയാമല്ലോ, പലതും ഇപ്പോൾ എഫിഷ്യൻസി ഇല്ല. പല പ്ലാറ്റ്ഫോം ഇപ്പം നമുക്ക് കൊച്ചിയിൽ തന്നെ ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സും മെട്രോയും KSRTC ബസ്സും ഇതൊന്നും തമ്മിൽ പ്രോപ്പറായിട്ട് ഇപ്പോഴും കണക്റ്റഡ് അല്ല. നമ്മളെപ്പോഴും പറയുന്നത് പ്രശ്നം, അവരെപ്പോഴും അനൗൺസ് ചെയ്യുന്നത് 1 കാർഡിൽ ട്രാവൽ ചെയ്യാന്ന് പറയുമെങ്കിലും ഇപ്പോഴും ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടില്ല. ഇപ്പോൾ മെൽബണിൽ പോയാൽ സിറ്റിയുടെ അകത്ത് ട്രാം ഫ്രീയാ. പീക്ക് അവേഴ്സിൽ നിങ്ങൾ സിറ്റിയുടെ അകത്തോട്ട് വന്നോ, യു വിൽ ബി ചാർജ്ഡ് വിത്ത് ഹെവി ടോൾ. അതെ, ലണ്ടനിലും ഉണ്ടത്. അപ്പോൾ ആളുകൾ, സമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും കാർ ഓടിച്ച് വരില്ല, അവർ ട്രാം ഉപയോഗിക്കും.
വെൽ കണക്റ്റഡ് ആണ്. വെൽ കണക്റ്റഡ്. ഇപ്പോൾ ലക്സംബർഗിൽ പോകുമ്പോൾ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. പിന്നെ ഞാൻ സ്വിറ്റ്സർലാൻഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്നാലും എനിക്ക് സ്വിറ്റ്സർലാൻഡും പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ചൈനയാണ് എൻ്റെ ഫേവറേറ്റ്, ഇന്ത്യ കഴിഞ്ഞാൽ ചൈന. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതല്ലേ ഈ യാത്ര, ഈ പുസ്തകം 8 മാസം ഞാൻ യാത്ര ചെയ്തു. 8 മാസം. നോർത്ത് ഈസ്റ്റ് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായി ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ ഓൾ ഇന്ത്യ NSUയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും കിട്ടിയ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വളരെ എക്സ്റ്റെൻസീവായി ട്രാവൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളൊരു മിഷനായിട്ട് പോയാൽ, യാത്രയായിട്ട് പോയാൽ പറ്റാത്ത സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നോർത്ത് ഈസ്റ്റാണ്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല കൾച്ചർ. ഐ മീൻ ഷിലോങ്ങും അരുണാചലൊക്കെ ആളുകൾ എന്ത് രസമല്ലേ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളത് അതെ നോർത്ത് ഈസ്റ്റിലാണ്. വെരി ഇൻഡിപെൻഡൻറ്റ്, അവരാണ് ബ്രെഡ് വിന്നേഴ്സ്. ഒരുപാട് സവിശേഷതകളുണ്ട് നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ. ഇറ്റ്സ് ഇപ്പം ഈ ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു വേറൊരു സിക്കിമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വിറ്റ്സർലാൻഡിൽ ഞാൻ നമ്മുടെ ജനീവയിൽ പോയിട്ട് ഞാൻ റൂം എടുത്ത് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കൊരു കടലാസ് തന്നു. എന്നോട് പറയാണ്, ഈ കടലാസ് നിങ്ങൾ ഈ ഹോട്ടലിൽ എത്ര ദിവസമാണ് താമസിക്കുന്നത് അത്രയും ദിവസം നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഫ്രീ ആണ്. ആണോ? ഓക്കെ. അതായത് ആ പേപ്പർ കാണിച്ചാൽ അത് ഞാൻ അതായത് അവിടെ ബസ്, ട്രാം, പിന്നെ മെട്രോ, പിന്നെ ബോട്ടുകളുണ്ട്, നദിയിലൂടെ അങ്ങോട്ട് പോകുന്ന ബോട്ടുകളുണ്ട്. ഇതെല്ലാം കൂടെ സിഗ്നൽ കണക്റ്റഡ് ആണ്. എവിടെ കയറിയാൽ ഈ കാർഡ് കാണിച്ചാൽ മതി. ആ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം അവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. എന്നാലെങ്കിലും നീ കയറി പോടേ എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലേ. ദാറ്റ്സ് എ വേ ഓഫ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ നമ്മളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. എന്നാൽ ദെർബൈ വി ആർ യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ദാറ്റ്സ് മെയിൻ ഐഡിയ, കീ ഐഡിയ. അപ്പോൾ അങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലും വരും. അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകാണല്ലോ, വിത്തിൻ ആൻ ഇയർ. ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ടോ? പാർട്ടി നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യാന്നുള്ളത് ആഗ്രഹമുണ്ടോ? പാർട്ടി ഏൽപ്പിക്കുമല്ലോ, അതൊക്കെ വേറെ ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടല്ലോ പാർട്ടി ഏൽപ്പിച്ചിട്ട് കാര്യം. അല്ല, ഞാനിവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണല്ലോ. ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് പാർലമെന്റിലേക്ക് പോയത്. പാർലമെന്റിൽ ഇപ്പോൾ ഐ മീൻ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ആവശ്യമുള്ള സമയം കൂടിയാണ്. അപ്പോൾ ആ ഒരു മിഷൻ അവിടെ നിൽക്കുമ്പോൾ ശരിക്കും പല കാര്യങ്ങളിലും ഇപ്പോഴത്തെ സർക്കാർ ലൈക്ക് സ്വന്തം പാർട്ടി അല്ലെങ്കിൽ കൂടി ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു റെസ്പെക്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. ഇല്ല, നോട്ട് അറ്റ് ഓൾ. ഇല്ല. കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം രാജീവായിരുന്നു, നമ്മുടെ മിനിസ്റ്ററായിട്ട് സംസാരിക്കുകയായിരുന്നു. മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നപ്പോൾ, പ്രണബ് മുഖർജി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എല്ലാ ഫോറിൻ ഡെലിഗേഷൻസിലും ഓപ്പോസിഷനിലെ ആൾക്കാർക്ക് ഈക്വൽ സ്പേസ് ഉണ്ടായിരുന്നു. ആണോ? ഇപ്പം അങ്ങനെ ഒരു ഡെലിഗേഷൻസിലും പാർലമെൻ്ററി ഡെലിഗേഷൻസിലും അങ്ങനെ ഒരു ഓപ്പോസിഷൻ സ്പേസ് ഇല്ല. അത് മാത്രമല്ല, നമ്മളുടെ ഒരു പാർലമെൻറ്റിൻ്റെ ഫ്ലോറിലൊരു ബിഹേവിയർ പാറ്റേൺ തന്നെ ഉണ്ടല്ലോ. അത് തന്നെ ഒരിക്കലും ഓപ്പോസിഷനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അക്കോമഡേറ്റ് ചെയ്യുന്നതോ അല്ല. പക്ഷേ നമ്മൾ ഹിസ്റ്ററി നോക്കിയാൽ, പാർലമെന്റിന്റെ ഹിസ്റ്ററി നോക്കിയാൽ, ഇപ്പോൾ AB വാജ്പേയിയുടെ പ്രസംഗങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറുണ്ട്. നെഹ്റു ഉണ്ടായിരുന്ന സമയം മുതലുള്ള ഇങ്ങോട്ട് നോക്കിയാൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വരെയുള്ള എല്ലാ കാലഘട്ടത്തിലും വളരെ കൃത്യമായ ഒരു ഓപ്പോസിഷനെ, പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടീസിന് അക്കോമഡേറ്റീവ് ആയിരുന്നു. അവരെല്ലാം സ്വീകരിക്കുമായിരുന്നു. അവർക്ക് പ്രസംഗിക്കാൻ അവസരമാണെങ്കിലും അവർക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയല്ല, അൺഫോർച്ചുനേറ്റ്ലി. നമുക്ക് ചില സംഭവങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് നമ്മൾ ന്യൂസിലും ചില വാഗ്വാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരങ്ങളൊക്കെ ഞങ്ങൾ കാണാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. പക്ഷെ ചിലത് കാണുമ്പോഴത്തേക്കും തോന്നുന്നു ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നും. എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും കൊള്ളാം. വി ആർ എക്സ്പെക്ടിങ് പീപ്പിൾ ലൈക്ക് യു ഇൻ കേരള. ഒരു കാര്യം കൂടെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും മനസ്സിൽ വെക്കുക. ലൈക്ക് എന്തായാലും എൻ്റെ അടുത്ത് കുറച്ച് നിങ്ങളെപ്പോലെയുള്ള പ്രധാനപ്പെട്ട 2-3 ആളുകൾ എന്നോട് നിരന്തരമായി മൂവി ഹാൾസിൽ വെച്ച് കണ്ടാലും, പുറത്ത് വെച്ച് കണ്ടാലും, സ്റ്റേജിൽ വെച്ച് കണ്ടാലും ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇൻ ഫോർ അസ്. പക്ഷേ ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വലിയ യങ് റെപ്രസെൻറ്റേഷൻ ഓഫ് കോഴ്സ് തീർച്ചയായും ഉണ്ട്, ഇപ്പോൾ ഉണ്ടാകും. അല്ല, ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഓൾറെഡി. ഉള്ളതിനേക്കാൾ കൂടുതൽ യങ് റെപ്രസെൻറ്റേഷൻ വരുന്ന 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ടാവും. മോർ വിമൻ ആൻഡ് മോർ യങ് പീപ്പിൾ വുഡ് ബി ദർ.
അത് ഞങ്ങളുടെ ഒരു അഷുറൻസ് ആണ്. എന്നാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു. കുറേ നേരം സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞതേ ഇല്ല. താങ്ക് യു.